നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അതായത് 8000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച രണ്ട് ഫോണുകളായ Realme C11 അതോടൊപ്പം ഈ അടുത്തിടെ ലോഞ്ച് ആയ മൈക്രോമാക്സിന്റെ മൈക്രോമാക്സ് ഇൻ 1B എന്നീ രണ്ട് ഫോണുകളുടെയും ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതോടൊപ്പം ഈ പ്രൈസ് റേഞ്ചിൽ ഏതാണ് ഏറ്റവും മികച്ച ഫോൺ, അതായത് ഈ രണ്ട് ഫോണുകളിൽ നിന്ന് ഏതാണ് ഏറ്റവും മികച്ചതായിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോൺ, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലോട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരുപോലത്തെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് നമുക്ക് ഈ രണ്ട് ഫോണുകളിൽ ലഭിക്കുന്നത്. അതായത് Realme C11 നമുക്ക് 6.5 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ മൈക്രോമാക്സ് ഇൻ 1B വരുമ്പോൾ ഇവിടെ നമുക്ക് 6.52 ഇഞ്ച്, അതായത് ചെറിയൊരു വലിപ്പം ഉണ്ടെങ്കിലും ഏകദേശം ഒരേപോലത്തെ ഡിസ്പ്ലേ ആണ്. അതായത് 6.52 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ഫോണിലും 20:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഈ രണ്ടിലും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 85% മുകളിലായിട്ടുള്ള സ്ക്രീൻ ടു ബോഡി റേഷ്യോയെ നമുക്ക് ഈ രണ്ട് ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ 60 ഹെർട്സിന്റെ നോർമൽ റിഫ്രഷ് റേറ്റ് പാനലാണ് ലഭിക്കുന്നത്. അതായത് കൂടിയ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ഒന്നും നമുക്ക് ഇതിൽ ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഈ രണ്ടിലും റിയർ സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോണും നമുക്ക് ഏറെക്കുറെ ഒരുപോലത്തെ ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ രണ്ട് ഫോണിന്റെ ഡിസ്പ്ലേ സെറ്റപ്പ് ഏകദേശം ഒരേപോലത്തെ നല്ല മികച്ചതായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പുകൾ തന്നെയാണ്. ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഒരേ പ്രൊസസർ തന്നെയാണ് ലഭിക്കുന്നത്. അതായത് മീഡിയാടെക്കിന്റെ ഹീലിയോ G35 എന്ന ഗെയിമിംഗ് പ്രൊസസറാണ് നമുക്ക് ഈ രണ്ട് ഫോണിലും ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏകദേശം ഒരേപോലത്തെ പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ രണ്ടിലും LPDDR4X റാം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ്. ഇനി നമുക്ക് ഈ രണ്ട് ഫോണിലും Android 10 ആണ് ലഭിക്കുന്നത്. നമുക്ക് Realme C11 Realme UI ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചെറിയ ചെറിയ ആഡ്സോ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് മൈക്രോമാക്സ് ഇൻ 1B നമുക്ക് പ്യുവർ ആൻഡ്രോയിഡ് OS എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. അക്കാരണത്താൽ തന്നെ നമുക്ക് ഇതിൽ ആഡ്സോ ബ്ലോട്ട്വെയർ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1B ലഭിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആ കാരണത്താൽ തന്നെ, അതായത് ക്ലീൻ UI കാരണത്താൽ തന്നെ മൈക്രോമാക്സ് ഇൻ 1B ഒരു ചെറിയ മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോണിലും റിയർ സൈഡിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൈക്രോമാക്സ് ഇൻ 1B ക്യാമറ സെറ്റപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ റിയർ സൈഡിൽ 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറയ്ക്ക് പുറമെ ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും കൂടി അടങ്ങിയ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 8 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി Realme C11 വരുമ്പോൾ ഇവിടെയും നമുക്ക് 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറയ്ക്ക് പുറമെ ഒരു 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും അടങ്ങിയ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെയും റിയർ സൈഡിൽ ലഭിക്കുന്നത്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയിലെ ഒരു ചെറിയ ഒരു മേൽക്കൈ കാരണം നമുക്ക് മൈക്രോമാക്സ് ഇൻ 1B ക്യാമറയ്ക്ക് ഒരല്പം കൂടി മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏറെക്കുറെ ഒരുപോലത്തെ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണിലും ഏറെക്കുറെ ഒരുപോലത്തെ ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ രണ്ടിലും 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം 10 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഈ രണ്ട് ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ രണ്ടിലും റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോണുകൾ, അതായത് മൈക്രോമാക്സ് ഇൻ 1B Realme C11 ഏറെക്കുറെ ഒരുപോലത്തെ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് ഈ എല്ലാ മേഖലകളിലും ലഭിക്കുന്നത്. അതായത് ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഏറെക്കുറെ ഒരേപോലെ തന്നെ നിൽക്കുന്ന രണ്ട് ഫോണുകൾ തന്നെയാണ് ഇത് രണ്ടും. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഫേസ് അൺലോക്കും നമുക്ക് ഈ രണ്ട് ഫോണുകളിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൈക്രോമാക്സ് ഇൻ 1B നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സാധാരണ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ അധികം കണ്ടുവരാത്തൊരു ഫീച്ചറാണ്. എന്നാൽ നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1B നമുക്ക് ഈ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് മൈക്രോമാക്സ് ഇൻ 1B രണ്ട് വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ
2GB 32GB പ്രൈസ് എന്ന് പറയുന്നത് 6999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 7999 രൂപയുമാണ്. ഇനി നമുക്ക് Realme C11 വരുമ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 2GB 32GB വേരിയന്റ്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6999 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 6999 രൂപയുടെ 2GB 32GB എന്ന വേരിയന്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഫോൺ നമുക്ക് ഏറെക്കുറെ ഒരേപോലത്തെ ഫീച്ചറുകൾ തന്നെ തരുന്നുണ്ട്. എന്തെന്നാൽ കൂടിയും ഈ മൈക്രോമാക്സ് ഇൻ 1Bയിൽ നമുക്ക് ഈ എക്സ്ട്രാ ആയിട്ട് ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു ക്ലീൻ UI ആണ് ലഭിക്കുന്നത്. അപ്പോൾ ആ കാരണങ്ങളാൽ തന്നെ മൈക്രോമാക്സ് ഇൻ 1Bക്ക് ഒരു ചെറിയ മേൽക്കൈ നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും നമുക്ക് ഈ രണ്ട് ഫോണുകളും ഏറെക്കുറെ ഒരേപോലത്തെ ഫീച്ചറുകളും സ്പെസിഫിക്കേഷനും ആണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചുകളിൽ തരുന്നത്. ഇനി ഇത് കൂടിയ വേരിയന്റ് ആയ 4GB 64GB വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഈ 8000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച ചോയ്സ് എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്ക് മറ്റു ഒരു ബ്രാൻഡും ഈ 8000 രൂപയ്ക്ക് താഴെ നമുക്ക് 4GB 64GB എന്നൊരു വേരിയന്റ് തരുന്നില്ല. അതുകൊണ്ട് തന്നെ മൈക്രോമാക്സ് ഇൻ 1Bയുടെ കൂടിയ വേരിയന്റ് ഒരു നല്ല ഫോൺ തന്നെയാണ്. അതായത് 8000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി ഫോണുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതും വരെ ബൈ.